Attention. സഹൃദയരെ, 2005 മങ്കയ്ക്ക് വേണ്ടി ശ്രീ തമ്പി ആന്റണി രചിച്ച മലയാളം നാടകത്തിൽ 21 കട്ടുകൾക്ക് ശേഷമുള്ള ഒരു പുനർ ആവിഷ്കരണമാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പുലിക്കോട്ടിൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എന്റെ മേരിക്കുട്ടി ഇത് അമേരിക്കയാ. മേരിക്കുട്ടി, എടി മേരിക്കുട്ടി, ഓ ഇവളെ വിളിച്ചാലും നിങ്ങളായിരുന്നു എന്നെ ഇങ്ങനെ വിറപ്പിച്ചത്. അതേടി മേരിക്കുട്ടി, നീ ഇപ്പൊ എന്നെ കൂടെ വാക്കം ചെയ്ത് കളയുമല്ലോ. വേണ്ടി വന്നാ നിങ്ങളെയും വാക്യം ചെയ്യും ഗുരും വക്കീലെ. വൃത്തിയോടൊക്കെ വലിച്ചെടുത്ത് കളയാനാ ഈ വാക്യം ക്ലീനർ. ആഹാ, അതുപോലെ ഇത്രയും കീഴിലിരുന്നിട്ട് നിങ്ങൾ എന്നെത്തിനാ മനുഷ്യ എനിക്ക് ഫോൺ ചെയ്തത്? അത് പിന്നെ വിളിച്ചാ കേട്ടില്ലെങ്കിൽ എന്നാ ചെയ്യാനാ? നിനക്കല്ലെങ്കിലും വെടിവെച്ചാ പുകയല്ലേ. പാനദോഷണം കേൾക്കാനാണെങ്കിൽ എന്തൊരാകാംക്ഷ. കണ്ടില്ലേ, മണി കേട്ടപ്പോഴേ പണി നിർത്തി. ഓഹോ, ഇങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് വന്ന് തോണ്ടി വിളിച്ചാൽ എന്നാ മനുഷ്യ? ആഹാ, എന്നിട്ട് വേണം നീ എന്നെ അമേരിക്കൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ. സ്ത്രീ പീഡനം, അട്രോസിറ്റി അഗൈൻസ്റ്റ് വിമൻ. എന്റെ മേരിക്കുട്ടി, ഇത് അമേരിക്കയാ. ഹയ്യടാ, കേസില്ല വക്കീലാണെങ്കിലും നീ നോക്കിയാൽ. പക്ഷെ 10 പൈസയുടെ പണിയെടുക്കത്തില്ലെന്ന് മാത്രം. എപ്പ നോക്കിയാലും ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഓ എടി, അത് ഫേസ്ബുക്ക് നോക്കാനില്ലേ? നിനക്കിത് വല്ലതും അറിയാവോ? ഓഹോ, അതറിഞ്ഞിട്ട് ഞാനും കൂടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാം. അപ്പൊ പിന്നെ വീട്ടിലെ പണിയൊക്കെ വക്കീൽ സാർ ഏറ്റെടുക്കേണ്ടി വരും. ഓ അതേതായാലും വേണ്ട, അതേതായാലും വേണ്ട. അത് പിന്നെ എനിക്കറിയരുതോ? അതുകൊണ്ടല്ലേ എപ്പ നോക്കിയാലും വിശ്രമം. ഇങ്ങനെ പോയാ ഇനി അന്ത്യവിശ്രമം കൂടിയേ ബാക്കിയുള്ളൂ. ഒരു കണക്കിന് നോക്കിയാ ഇതൊരു അന്ത്യവിശ്രമം തന്നെ ആടി. അതായത് ഏർലി റിട്ടയർമെന്റ്. ഇനിയിപ്പോ ഒരു പണിയെ ബാക്കിയുള്ളൂ, സായിപ്പന്മാരെ പോലെ ഉരുചുക്കൽ. അയ്യടാ, ഒരു മാതാമയും കൂടി ഉണ്ടെങ്കിൽ അടിച്ചു പൊളിച്ചേനെ. വക്കീലിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം കേട്ടോ. ഇതാ നിന്റെ കുഴപ്പം. ഞാൻ മനസ്സാ വാച വിചാരിക്കാത്ത കാര്യമാ നീ ഇപ്പൊ പറഞ്ഞത്. ഓ, ഒരു പുണ്യ. നിങ്ങൾ എണീറ്റ് വാക്യം ചെയ്യും മനുഷ്യനെ. എനിക്ക് നടുവേദനിക്കുന്നു. എന്റെ മേരിക്കുട്ടി, നിനക്ക് ഈ പണിയൊക്കെ ഞാനിവിടെ ഇല്ലാത്തപ്പോ ചെയ്തുകൂടെ? അതിന് നിങ്ങൾ എപ്പോഴും ഇവിടെ അന്ത്യവിശ്രമത്തിലല്ലേ. ഒരു പാർട്ടിക്ക് പോലും ഒറ്റയ്ക്ക് പോകത്തില്ല. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലോടി മോളെ. ഓ പിന്നെ, നിങ്ങളുടെ ഒരു സ്നേഹം. പാർട്ടി കഴിയുമ്പോ നടക്കാൻ 2 കാലൂടെ വേണമല്ലോ. അപ്പൊ പിന്നെ ഡെസിഗ്നേറ്റഡ് ഡ്രൈവർ ഇല്ലാതെ പറ്റില്ലല്ലോ സാറേ. നീ എപ്പോഴും എന്റെ ഡ്രൈവർ അല്ലോടി മോളെ. അങ്ങനെ നേരെ വാ വക്കീലെ.
ഞാനില്ലെങ്കിൽ കാണായിരുന്നു നാട്ടിലെ പെരുവഴിയുടെ തെണ്ടി നടക്കുന്നത്. മേരിക്കുട്ടി, നീ ഓർക്കുന്നില്ലേ, നിന്നെ ഞാൻ ആദ്യം കണ്ടു നോക്കി നിന്നത് ഒരിടവഴിയിൽ വെച്ചല്ലായിരുന്നു. അന്ന് ഞാൻ പാടിയ ആ പാട്ടില്ലേ, നീ ഓർക്കുന്നുണ്ടോ? തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല, മുട്ടിട്ടുവല്ലോ മേലാകെ. തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല, മുട്ടിട്ടുവല്ലോ മേലാകെ. മുട്ടു വിരിയുമ്പോൾ മുത്ത് പൊഴിയുമ്പോൾ മുത്തായ മുത്തൊക്കെ ഞാനെടുക്കും. ഒന്ന് പോ മനുഷ്യ, ഈ മനുഷ്യനൊരു നാണോ മാനോ ഇല്ല. എടി മേരിക്കുട്ടി, നീ ഈ പത്രം വല്ലപ്പോഴുമെങ്കിലും ഒന്ന് മറിച്ചു നോക്കണം. നിന്റെ നാട്ടുകാരോ ബന്ധുക്കളോ വല്ലവരും ചത്തിട്ടുണ്ടോന്നെങ്കിലും അറിയാമല്ലോ. അത് നേരാ, ഈ പത്രക്കാർ എന്തെങ്കിലും സത്യം എഴുതുന്ന ചർമ്മക്കുളത്തില, ബാക്കിയെല്ലാം പുളുവല്ലേ. പക്ഷെ അത് മുഴുവൻ നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ മനുഷ്യ. ഞാൻ വായിക്കോടി, ഞാൻ വായിക്കും. ഞാനേ പുളിങ്കുരു കൊടുത്തിട്ടൊന്നും അല്ല ഈ പത്രം വാങ്ങിക്കുന്നത്. എന്നെ പറ്റിക്കാവുന്ന അമേരിക്കയിലെ ഒരു പത്രക്കാരനും വിചാരിക്കണ്ട. ഞാൻ പരസ്യം പോലും ഞാൻ വായിക്കും. എടീ, ഒരു തിരുത്തു കൊടുത്തേക്കുന്നു. കഴിഞ്ഞ ലക്കത്തിൽ അച്ഛൻ വ്യഭിചരിച്ചു എന്നുള്ളത് അച്ഛൻ വ്യഞ്ചരിച്ചു എന്ന് തിരുത്തി വായിക്കാൻ അപേക്ഷിക്കുന്നു. അത് നല്ല തല്ല് കൊള്ളാത്തതിന്റെ കുറവാ. അക്ഷരമറിയാത്ത കുറച്ചവന്മാർ അമേരിക്കയിൽ വന്ന് മലയാളം പത്രം നടത്തുന്നു. ആനപ്പുറത്ത് കയറിയെന്നുള്ളതിന് ആന പുറത്ത് കയറിയെന്ന് എഴുതുന്നവരായില്ല. നീ പറഞ്ഞത് നേരാ. ആരാ നോക്കിയ മേരിക്കുട്ടി? ഓ, അതിന് ഇപ്പൊ ഞാൻ വേണം. ഹായ് പൂക്കുഞ്ഞേ, വാ. ആഹാ, പൂക്കുഞ്ഞോ, നീ എന്താണ് വിളിക്കാതെ പറയാതെ? വിളിക്കാതെ പറയാതെ ഒന്നും അല്ല. ഈ മേരി ചേച്ചി 3 തവണ വിളിച്ചിട്ട് ഞാൻ വന്നേ. അത് പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിപ്പിക്കാനുണ്ടായിരുന്നു, അതാ വിളിപ്പിച്ചത്. സാധനം മേടിക്കാനല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഓഹോ, നിങ്ങൾ മേടിക്കാൻ പോകുന്ന എന്തോ സാധനമാണെന്ന് എനിക്കറിയാം. എടാ പൂക്കുഞ്ഞെ, നീ അവിടെ ഇരിക്ക, ഞാൻ ചായ കൊണ്ടുവരാം. എടാ, നീ വന്നേ. അവിടുന്ന് 2 ഗ്ലാസ് ഇങ്ങെടുത്ത്. നീ പെട്ടെന്ന് ഒരു നിപ്പനം അടിക്കൂ, വേഗം അടിച്ചു, മേൽക്കുട്ടി കാണണ്ട. ചായ കുടിക്കൂ പിന്നെ. അപ്പൊ ഈ വക്കീൽ സാറിന് ചായ ഇല്ലേ? അതിന് വക്കീൽ സാറ് കാലത്ത് മുതൽ തുടങ്ങിയതാ. ഇനി ഇപ്പം ചായയും കൂടി കുടിച്ചാൽ ചിലപ്പം പെരുക്കും. അപ്പം നീ എല്ലാം അറിയുന്നുണ്ടായിരുന്നല്ലേ? പിന്നെ നിങ്ങളെ ഞാൻ ഇന്നല്ലേ അറിയുന്നത്. വക്കീലെ, ഈ പൂക്കുഞ്ഞിനെ നിങ്ങൾ വീണ്ടാതിനൊന്നും പഠിപ്പിച്ചേക്ക്. 10 കാശുണ്ടാക്കി അവൻ നാട്ടിൽ പോകാനിരിക്കുക. പെണ്ണും പിള്ളേയും കൊച്ചും നാട്ടിൽ കണ്ണും നട്ട് കാത്തിരിക്കുവാന്ന് ഓർക്കണം.
എല്ലാം ഒത്തു വന്ന അടുത്ത വർഷം നാട്ടിൽ പോണം. ഇപ്പൊ തന്നെ ഇല്ലീഗലായി. ട്രംപ് അറിഞ്ഞാല് ഉടൻ തന്നെ സർക്കാർ നാട്ടിലെത്താം. അങ്ങനെ ഒരു ഗുണമുണ്ട്. പൂക്കുഞ്ഞെ ഒന്ന് പോയി നോക്കിക്കേ. അയ്യോ, ചതിച്ചു. പോലീസ് ഓഫീസറാ. ആരെങ്കിലും പരാതിപ്പെട്ടു കാണും. ചോദിച്ച അറിയത്തില്ലെന്ന് പറഞ്ഞാല് ഞാൻ എവിടെയെങ്കിലും വിളിച്ചോളാം. ഓ, വല്ല ഇമിഗ്രേഷൻകാരും ആയിരിക്കും. നീ ഇപ്പൊ വിളിച്ചോടാ. ഹലോ സർ. Hello, how are you? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. Good evening. I'm Officer Pregnant. നോ സാർ, നോ. യെസ് സാർ. Somebody's car is parked outside with the headlights on. Poor guy. The battery must be dead now. I thought it would be a good idea to let you know. We don't know. We don't know, sir. Somebody must have come to the neighborhood. It's okay. I have to go now. Sorry to bother you. Oh, it is okay, sir. It is okay. ഓ, ചങ്കിൽ ഇടുത്തി വീണെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാ അനുഭവിക്കുന്നെ. അയാളെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല മനുഷ്യ. എന്റെ മേരിക്കുട്ടി, ഇത് അമേരിക്ക, സാൻ ഫ്രാൻസിസ്കോ, ഗേ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. ഇവിടെ ആരാ എപ്പോഴാ പ്രഗ്നന്റ് ആകുന്നതെന്ന് ഒന്നും പറയാനൊക്കത്തില്ല. കളി മതിയാക്കും മനുഷ്യനെ. അയാള് തന്ന കാടിനിതാ. ഇങ്ങനെ ഒരു അമൃതാനോ? അത് അങ്ങേരുടെ ലാസ്റ്റ് നെയിമാ മനുഷ്യ. മുഴുവൻ പേര് മാർക്ക് പ്രഗ്നന്റ്. അയാളുടെ ഭാര്യയുടെ കാര്യം ആ കഷ്ടം. കല്യാണം കഴിഞ്ഞപ്പോഴേ പ്രഗ്നന്റ് ആയി. നീ ആ പൂക്കുഞ്ഞിനെ ഇങ്ങ് വിളിക്കേ. പോയി വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ. ഓക്കേ സാറേ. മിസ്റ്റർ പ്രഗ്നന്റ് പോയി അല്ലേ? അപ്പൊ നീ അകത്തിരുന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? പിന്നെ കേൾക്കാം. ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റിന് നാല് ചുറ്റും കണ്ണു വേണം, കാതും വേണം. ഓഹോ, ഏതായാലും നീ പോയി ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യേ. ആരുടെ? നിന്റെ വണ്ടിയുടെ. വക്കീൽ സാറിന്റെ ഒരു കാര്യം, പോലീസ് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തപ്പാൻ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ആ വണ്ടി വിറ്റു. ബസ കയറിയ വന്ന. പിന്നെ ഈ ട്രംപിന് നമ്മൾ ഇന്ത്യക്കാരോട് വലിയ സ്നേഹമായതുകൊണ്ട് പിടികൂടിയ കയ്യ വിലങ്ങും കാലെ ചങ്ങലയിട്ടല്ലേ ഡിപ്പോർട്ട് ചെയ്യൂ. എന്നാ പിന്നെ സർക്കാർ ചെലവിൽ നിനക്ക് നാട്ടിൽ പോകാം. അതൊക്കെ അപ്പോഴല്ലേ. മേരിക്കുട്ടി വരുന്നതിന് മുമ്പ് നീ വേണേ ഒന്നുകൂടെ വീശിക്കോ. അയ്യോ സാറേ, വേണ്ട. ഉള്ളവൻ ഈ പാറ്റ ഇട്ടരുത്. ഈ മേൽ ചേച്ചി കണ്ട പിന്നെ ഇങ്ങോട്ടുള്ള വരവ് നിൽക്കും. താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ല പിന്നെ ഏതാണ്ടൊരു മൃഗം കയറിയിരിക്കുന്നല്ലേ പറയുന്നേ? എന്തോന്നാ ആ മൃഗത്തിന്റെ പേര്? പട്ടി. നീ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട പൂക്കുഞ്ഞെ. അവനവന്റെ നിലയും വിലയും കളഞ്ഞുള്ള കുടിയല്ലേ ഈ നോമ്പ് കാലത്ത്. എടി, നോമ്പ് കാലത്ത് ആശയടക്കം വേണം. എന്നിട്ടാണോ മൂക്ക് മുട്ട കുടിക്കുന്നത്? ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുമ്പോ ചെയ്യാതിരിക്കുന്നതാണ് ആശയടക്കം. എനിക്ക് കുടിക്കണ്ടെന്ന് തോന്നുമ്പോ ഞാൻ കുടിക്കുന്നു.
അതാണ് എന്റെ ആശയടക്കം. ഒരു കണക്കിന് അതും ആശയടക്കം തന്നെയാ. നീയും തുടങ്ങിയോ വക്കീൽ സാറിന് വക്കാലത്ത് പറയാൻ? ഇങ്ങനെ പോയാൽ രണ്ടിനെ ഞാൻ നടക്കും. പൂക്കുഞ്ഞെ, ആ ടേബിൾ ക്ലോത്ത് എടുത്ത് ടീപ്പോയിൽ വിരിക്കും. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ദേ മനുഷ്യ, വീട്ടിൽ ആരെങ്കിലും വന്നാൽ ദയവായി വിളിച്ച് കള്ളു കൊടുക്കരുത്. ഞാൻ വരുമ്പോഴേക്കും കുടിച്ചു പെരുത്തിരുന്ന വിവരം. ഇനിയിപ്പോ ആര് വരാനാടാ? അത് പറയാനൊക്കത്തില്ല. ഈ മേരി ചേച്ചി ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് കാണും. ചേച്ചി കുളിക്കാൻ പോയി. നമുക്കൊന്നുകൂടെ വീശിയാലോ? ഓ, അത് വേണ്ടടാ. മേരിക്കുട്ടിക്ക് വിഷമമാകും. അവൾ വരട്ടെ. അയ്യോ, പിന്നെ പറഞ്ഞല്ലോ. നീ പേടിക്കണ്ടടാ പൂക്കുഞ്ഞെ, പോയി നോക്കിക്കേ. പൂക്കുഞ്ഞോ? ആഹാ, നായരും മാത്യു സാറും കുടുംബസമേതം നിങ്ങൾ ഒന്നിച്ചാണോ വന്നത്? അല്ല, മാത്യു സാറിനെ ഈ പാർക്കിംഗ് ലോട്ടിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടത്. അത് പിന്നെ മേരിക്കുട്ടി ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ വരാതിരിക്കാൻ ഒക്കുമോ? പൂക്കുഞ്ഞും എത്തിയോ? മതി മതി, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. അവൾ എന്നതാ മാത്യു സാറിനോട് പറഞ്ഞത്? ഇവിടം വരെ അത്യാവശ്യമായിട്ട് വരണമെന്ന് നായരോടാ പറഞ്ഞത്. എന്നോടും അത്രയേ പറഞ്ഞുള്ളൂ. അപ്പോൾ ലതയ്ക്കും പോരണം. ഓ, എന്തൊരു ട്രാഫിക്കാ ഇവിടെ. വന്നിപ്പം എറണാകുളത്തെ MG റോഡ് പോലെയായി. ഇവിടെ മൊത്തം വരല്ലേ. നിർത്താൻ വരാം, ഓടാൻ വരാം, ഇടമലം തിരിയാൻ വരാം. എന്റെ കർത്താവേ, നാട്ടിലാണ് എന്നെ സുഖമാ വണ്ടി ഓടിക്കാൻ. ചുമ്മാ ചവിട്ടി വിട്ടാ പോയി. അതും ശരിയാ. അവിടെ ഒരൊറ്റ വരയേ ഉള്ളൂ, തലേ വര. അത് ശരിയാകാത്തതാ നിങ്ങളുടെ ഒക്കെ കുഴപ്പം. ലത വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജെസ്സിക്കും പോരണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ പോന്നോളാൻ പറഞ്ഞു. അയ്യടാ, വെറുതെ പുളു പഠിക്കാതെ മനുഷ്യ. ഡ്രൈവർ പണിക്കല്ലേ എന്നെ കൂടെ എഴുന്നള്ളിച്ചത്. അതും ശരിയാ. എടാ പൂക്കുഞ്ഞെ, ഇനി ആരെങ്കിലും വരാനുണ്ടോടാ? ഇപ്പൊ തന്നെ ഒരു 56-നുള്ള കോറം തികഞ്ഞു. എന്നാ പിന്നെ നമുക്ക് മേരിക്കുട്ടിയെയും ജെസ്സിയെയും എല്ലാവരെയും കൂടാലോ. ഇതെന്തോന്ന സംഭവം? ഞങ്ങളോടാണോ ചോദിക്കുന്നത്? അതെ, ഇന്നൊരു വിശേഷ ദിവസമാണ്. കുര്യൻ വക്കീലിന്റെ ബർത്ത്ഡേയാ. അത് മാത്രമല്ല, ഇതേ ദിവസമായി ഇങ്ങേരനെ താലി കെട്ടിയതും. അപ്പൊ ഈ ബർത്ത്ഡേയും മാരേജ് ആനിവേഴ്സറിയും കൂടെ ഒരുമിച്ച് അത് കലക്കി. എന്നിട്ടാണോ ഈ വക്കീൽ സാർ ഒന്നും അറിയാത്തവരെ പോലെ ഞാൻ മാറി നിൽക്കുന്നത്? അത് ഞാൻ പിന്നെ വിക്കണ്ട പൂക്കുഞ്ഞെ, അത് ഞാൻ അതൊന്നും ഓർമ്മയില്ല. അതായത് പച്ച മലയാളത്തിൽ താൻ മാത്രയിലെ ലാൽ സിമേഴ്സ്. താൻ മാത്രയല്ല പൂക്കുഞ്ഞെ, തന്മാത്ര. ആ മൂവിയിലെ അൽസമേഴ്സ്. അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചേ. ഫിഗറും കടലാസും ഇല്ലെങ്കിൽ എന്താ, നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് അല്ലേ. അത് തന്നെയാ അവന്റെ യോഗ്യത. അതെ, പിന്നെ നമ്മുടെ സ്വന്തം നാടും വീടും വിട്ട് ഇത്രയും ദൂരെ വന്ന് താമസിക്കുമ്പോൾ കൊച്ചുങ്ങളും
അപ്പനമ്മമാരുമില്ലാത്ത ഞങ്ങൾക്ക് നിങ്ങളൊക്കെയല്ലേ ബന്ധുക്കൾ. അതാ വിളിച്ചത്. അതെന്നും അങ്ങനെയാ മേരിക്കുട്ടി. 7 കടലിന് മിക്കരയായി പോയില്ലേ. നമ്മളെല്ലാം മരിക്കുന്നത് വരെ ബന്ധുക്കൾ തന്നെയാ. എടി, നമുക്ക് കൊച്ചുങ്ങളും അപ്പനമ്മമാരുമില്ലെന്ന് ആര് പറഞ്ഞു? നമ്മുടെ കൊച്ചുങ്ങളും നമ്മൾ തന്നെയാ, നമ്മുടെ അപ്പനമ്മമാരും നമ്മൾ തന്നെയാ. എന്റെ മേരിക്കുട്ടി, ഇത് അമേരിക്കയാ. നീ ഇത്രയധികം ഒന്നും ഇമോഷണൽ ആകണ്ട. ഇല്ല, ഞാൻ ഇമോഷണൽ ആകും. ഇത് അമേരിക്കയാണെങ്കിൽ എന്താ, ഞാനിപ്പോഴും പാലാക്കാരി നസ്രാണി പെങ്കിളയാ. ഓ, നാട്ടിലായിരുന്നെങ്കിൽ ഇത് ആരെയും കൊണ്ട് ഞാൻ ഇന്ന് പള്ളിയിൽ പോയേനെ. ഓ, എന്തിനാ? കുരുമക്കിലെ കൊണ്ട് കുമ്പസാരിപ്പിക്കാനാ? അയ്യോ അല്ല, കർത്താവിനോട് നന്ദി പറയാം. ഇത് ഞാൻ എനിക്ക് തന്നേന്. കുര്യൻ വക്കീലെ, അത് കലക്കിട്ടോ. എന്റെ മേരിക്കുട്ടി, ഒത്തിരി നന്ദിയുണ്ട്. എന്നെ ഇങ്ങനെ സഹിക്കുന്നതിനും എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതിനും. ഹയ്യടാ, ഒരു ശൃംഗാരം. കൊഞ്ചിക്കൊണ്ട് നിൽക്കാതെ കത്തിയെടുത്ത് കേക്ക് മുറിക്കും മനുഷ്യ. ഇപ്പഴാ ശരിയായത്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. എന്നാ വാ, നമുക്ക് എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്താലോ? എടാ പൂക്കുഞ്ഞെ, നിന്റെ ആ പാട്ടൊന്ന് പാടിക്കേ. പാലാപ്പള്ളി തിരുപ്പള്ളി. അവൻ പാടി വരുമ്പോഴത്തേക്കും നേരം വെളും. ഇനി നമുക്ക് അവിടെ തുടങ്ങിയാലോ? അവിടെ